ഒരു തന്ത്രപരമായ ഒരു സമീപനമായിരുന്നു ഈ വിഷയത്തിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വി ഡി സതീശൻ സ്വീകരിച്ചത്. പിന്നീട് അത് ആവർത്തിച്ച് ഈ ഓൺലൈൻ മീഡിയ ചോദിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിൽ അദ്ദേഹത്തിൻ്റെ മറ്റേ പൂക്കിച്ചിരി വൈറലാകുക കൂടി ചെയ്തതോടെ ഇതാ വരുന്നു എന്നുള്ള ഒരു പ്രതീതി സോഷ്യൽ മീഡിയ വഴി എല്ലാവർക്കും ഉണ്ടായി പൊതുവെ. കാരണം വാഹന മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള വലിയ ചില തീരുമാനങ്ങളൊക്കെ വരാൻ പോകുന്നു എന്ന മട്ടിൽ. പക്ഷേ അതിനകത്ത് പ്രായോഗികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ ഇതിനെ സാമാന്യ ധാരണയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞിരുന്നതാണ്. ഇതിനിപ്പോൾ സനീഷ് പറഞ്ഞില്ലേ എന്തെങ്കിലും ഒന്നോ രണ്ടോ കൂടി കൂട്ടിച്ചേർക്കാൻ പോകുന്നു. ഈ പറയുന്ന ജെൻസി ഈ വാഹന മോഡിഫിക്കേഷൻ ആഗ്രഹിക്കുന്നവർ പറയുന്ന ഒരു കാര്യവും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. കാരണം നിലവിലുള്ള നിയമം വെച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതിൻ്റെ പരമാവധിയാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സതീശന് പറയാതെ നിങ്ങൾക്ക് ഹാൻഡിൽ മറ്റേ എന്താണ് ടിബറ്റൻ കൊടി വെക്കാം എന്നൊക്കെ പറഞ്ഞൂടെ? അതൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LPG CNG കിറ്റ് വെക്കുന്ന കാര്യം, അതുപോലെ ചില വാഹനങ്ങൾ ഇലക്ട്രിക് ആക്കി മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഷാസി ഫ്രെയിം മാറ്റുന്നത്, ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബോഡി സ്റ്റിക്കറുകൾ നേരത്തെ ഉള്ളതാണ്. ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത് നേരത്തെ ഉള്ളതാണ്. അതുപോലെ നോക്കിയാൽ ക്രോം ഗാർണിഷ്, ഡാഷ് ക്യാമറ, ഡോർ വൈസർ, ഫ്ലോർ മാറ്റ്, GPS ട്രാക്കർ, മഡ് ഫ്ലാപ്പ്, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, റൂഫ് കാരിയർ, സീറ്റ് കവർ, സ്റ്റിയറിംഗ് വീൽ കവർ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇതെല്ലാം നേരത്തെ ഉള്ള കാര്യങ്ങളാണ്, നേരത്തെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും ആരും കൈ കാണിച്ച് നിർത്തി പെറ്റി അല്ലെങ്കിൽ ഫൈൻ അടിക്കുന്ന പ്രശ്നമേ അല്ല. ഇതൊക്കെയാണ് ഈ 18 കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. പിന്നെ അതിന് അപ്പുറത്ത് പറയാവുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധിക സ്പീക്കറുകൾ വെക്കാം എന്നുള്ളതാണ്. ഈ അധിക സ്പീക്കറുകൾ എന്നുള്ളത് നമ്മളിപ്പോൾ ചില കാറുകളിലൊക്കെ കുറച്ചൊക്കെ വെക്കാം. പക്ഷേ ഈ ചെകിട്ടടപ്പിക്കുന്നത് പോലെ ശബ്ദം വെച്ചിട്ട് ബസ്സുകൾ, ഈ ആവേശത്തോടെ ഈ ബസ്സുകൾ നിരത്തിലുണ്ടല്ലോ, കൊമ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിൽ, ചില ചെകുത്താൻ എന്ന ഡ്രാക്കുള എന്നൊക്കെ പറഞ്ഞിട്ട് പല ബസ്സുകൾ റോട്ടിൽ കാണാം. ഈ ബസ്സുകളിലെ കാതടപ്പിക്കുന്ന ശബ്ദ സംവിധാനമാണ് ജെൻസി ആഗ്രഹിക്കുന്നത്, ഈ വാഹന മോഡിഫിക്കേഷൻ ലോകത്തുള്ള പലരും ആഗ്രഹിക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇനി ആംബിയൻറ്റ് ലൈറ്റിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ വർണ്ണപ്രഭയോടെയുള്ള സംഗതി ലൈറ്റിംഗ് ഒന്നും അനുവദിക്കാൻ പോകുന്നില്ല. അത് അംഗീകരിക്കില്ല ആ കാര്യത്തിൽ. അത് നിയമപരമായി അത് നിലനിൽക്കുന്നില്ല. അത് മാത്രമല്ല, അത് കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്തായാലും കോടതിയിലെത്തും. കോടതിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിൽക്കാൻ പോകുന്നില്ല. വലിയ ഫ്ലാഷ് ലൈറ്റുകൾ, ഈ ഡിസ്കോ ലൈറ്റുകൾ, ഫ്ലാഷ് ലൈറ്റുകളൊക്കെയാണ് ഇവരാഗ്രഹിക്കുന്നത്. നടക്കില്ല. അത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് തള്ളിക്കളയും. കാരണം കോടതിക്ക് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ കർശനമായ നിലപാടുണ്ട്. സുപ്രീം കോടതിക്ക് കേരള ഹൈക്കോടതി ഇതേക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സൺഫിലിമിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ മന്ത്രി KP ഗണേഷ് കുമാർ അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ സൺഫിലിം ഒട്ടിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ RTOമാരും അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർ സൺഫിലിം കേരളത്തിൽ പിടിച്ചിട്ടില്ല. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയാമോ? കേരളത്തിൽ ഇത് ഒട്ടിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ പിടിച്ച് ചേർത്തും വലിച്ചു കീറും. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അത് അന്ന് മന്ത്രിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് തൽക്കാലം ഉദ്യോഗസ്ഥർ അടങ്ങിയിരുന്നേ ഉള്ളൂ. ഇവിടെയും അത് നിലനിൽക്കത്തക്കതല്ല. ടിൻറ്റഡ് ഗ്ലാസ് ഉപയോഗിക്കാം. ഇപ്പോൾ വാഹന കമ്പനി ഇറക്കുമ്പോൾ തന്നെ ടിൻറ്റഡ് ഗ്ലാസ്സായി ഇറക്കുന്നെങ്കിൽ അതുപയോഗിച്ച് നടക്കാമെന്നുള്ളത് ഒഴിച്ചാൽ ഈ പറഞ്ഞ പരിപാടി, ഫിലിം ഒട്ടിക്കുന്ന പരിപാടിയൊന്നും ഈ നിലവിലെ നിയമം അനുസരിച്ച് നടക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതുപോലെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വന്ന ഉടനെ കോടതിയിലേക്ക് ആളുകൾ ചെല്ലും. കോടതി ഇതിനെ അപ്പം തന്നെ എടുത്ത് കളയും. യഥാർത്ഥത്തിൽ ഇവർ ആഗ്രഹിക്കുന്നത് എന്താണ്? ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇപ്പോൾ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ സൈലൻസർ മാറ്റുക, വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ഹോണുകൾ വയ്ക്കുക, എക്സോസ്റ്റ് മാറ്റി വയ്ക്കുക, ഈ മഡ്ഗാർഡ് ഊരിക്കളയുക, വലിയ ടയർ, വലിയ ഹെവി സൈസ് ടയറുകൾ ഇടുക. ഈ ബസ്സിൻ്റെയൊക്കെ ആണെങ്കിലും ഈ ബസ്സിലെ കാറ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വലിയ വാർത്തയായിരുന്നു, തീ തുപ്പുന്ന കാർ ഇറക്കുക. ഇതൊക്കെയാണ് ആഗ്രഹം. ഇത് നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് വാഹനത്തിൽ മോഡിഫിക്കേഷനിൽ വരുത്താൻ പറ്റുക. ഒന്ന് കോസ്മെറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ, അടുത്തത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടുള്ള മാറ്റങ്ങൾ. അതിൽ ഈ കോസ്മെറ്റിക് മാറ്റങ്ങളിൽ തന്നെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അതാണ് ഒരു പരിധിവരെ അനുവദിക്കാൻ കഴിയുന്നത്. ഇപ്പം നിറം മാറ്റുന്നത് നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. റാപ്പ് ചെയ്യുന്നതിൻ്റെ പെർമിഷൻ വേണം. നമ്മളൊക്കെ എടുത്ത് റാപ്പ് ചെയ്യാറുണ്ടല്ലോ നമ്മുടെ വാഹനങ്ങളൊക്കെ. പക്ഷേ പെർമിഷൻ വേണം, ചിലപ്പോൾ പണം അടയ്ക്കണം. അങ്ങനെ പണം അടച്ചിട്ടൊക്കെയാണ് അതങ്ങനെ മാറ്റാൻ കഴിയുക. അതെല്ലാം നിലനിൽക്കുന്ന കാര്യങ്ങളാണ്.